ുണ്ട് പറയാൻ 100 കൂട്ടം കാര്യങ്ങൾ. നമ്മുടെ ഇടയിലും മനോഹരിയായ ഒരു കൊച്ചു പൂവ് വിശുദ്ധിയുടെ നർമ്മണം പകർന്നുകൊണ്ട് ജീവിച്ചിരുന്നു. അവളുടെ പേരാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. 1873 ജനുവരി 2-ാം തീയതി ഫ്രാൻസിലെ അലൻസോഡ എന്ന കൊച്ചു ഗ്രാമത്തിൽ എല്ലാവർക്കും ആഹ്ലാദം പകർന്നുകൊണ്ട് ലൂയി മാർത്തിൻ്റെ സെലിഗിരിൻ്റെ ദാമ്പത്യവല്ലിയിൽ വിരിഞ്ഞ 9ാമത്തെ പുഷ്പമായിരുന്നു വിശുദ്ധ കൊച്ചു ത്രേസ്യ. കൊച്ചു റാണി എന്നായിരുന്നു എല്ലാവരും അവളെ വിളിച്ചിരുന്നത്. 4-ാം വയസ്സിൽ അവളുടെ അമ്മ മരണപ്പെട്ടു. 10 വയസ്സുള്ളപ്പോൾ രോഗം പിടിപെട്ട് 1 മാസത്തോളം കിടപ്പിലായിരുന്നു. ഒരു പെന്തക്കോസ്ത് ദിനത്തിൽ അവളുടെ മുറിയിലുണ്ടായിരുന്ന വിജയമാതാവിൻ്റെ രൂപം അവളെ നോക്കി പുഞ്ചിരി തൂകി. അതോടെ അവളുടെ രോഗം വിട്ടു മാറി. നന്മകൾ ചെയ്ത് ഈശോയ്ക്ക് കൊടുക്കുന്ന നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങളാണ് ഇത് നന്നായി മനസ്സിലാക്കിയ വിശുദ്ധ കൊച്ചു ത്രേസ്യ എല്ലാ ദിവസവും ഉറങ്ങുന്നതിനു മുമ്പേ എത്ര നന്മകൾ ചെയ്തെന്ന് പരിശോധിക്കുമായിരുന്നു. അവൾ വളർന്നതോടൊപ്പം അവളുടെ ഉള്ളിലെ വിശുദ്ധിയെ വളർന്നുകൊണ്ടിരുന്നു. ദൈവവിളി സ്നേഹമാണെന്ന് മനസ്സിലാക്കിയ വിശുദ്ധ കൊച്ചു ത്രേസ്യ 15 വയസ്സുള്ളപ്പോൾ കർമ്മലീത്ത സഭയിൽ ചേരുന്നുള്ള അനുവാദം ലിയോ 11 മാർപ്പാപ്പയിൽ നിന്നു വാങ്ങി. 1890 ജനുവരി 10-ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ സഭാവസ്ത്രം ധരിക്കുകയും അടുത്ത വർഷം സെപ്റ്റംബർ 8 പ്രഥമ പ്രദവാഗ്ദാനം നടത്തുകയും ചെയ്തു. വെറും 24 വർഷമേ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതം നീണ്ടു നിന്നുള്ളൂ. എല്ലാവർക്കും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാൾ ആശംസകൾ നേരുന്നു.